നമസ്കാരം. ചാപ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫിസിക്സിലെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നായിരുന്നു ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓർക്കുക, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതിന് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിളിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നതിന് മുൻപ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു സെല്ലാണ് അല്ലേ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു കോപ്പർ സ്ട്രിപ്പിലേക്ക് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത്. ഒരു കോപ്പർ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ കോപ്പർ സ്ട്രിപ്പിനെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാക്കാൻ വേണ്ടിയിട്ട് ഒരു യു മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു യു മാഗ്നറ്റ് കോപ്പർ സ്ട്രിപ്പ്, ഈ കോപ്പർ സ്ട്രിപ്പിലേക്ക് കറണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമുക്കറിയാം. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഒഴുകും അല്ലേ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്യും. ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങോട്ടായിരിക്കുമല്ലോ കറണ്ട് പാസ് ചെയ്യുന്നത് ആണ്. അപ്പോൾ ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് അല്ലേ, ഒരു കോപ്പർ സ്ട്രിപ്പാണെന്ന് പറഞ്ഞു. കോപ്പർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടുന്ന വസ്തുവാണ്. അപ്പോൾ ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആവും. അതിനെ എവിടെ വെച്ചിരിക്കുന്നു? മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കോപ്പർ സ്ട്രിപ്പിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെ മനസ്സിലായി ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ടെന്ന്? നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. വർക്ക് പഠിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പോൾ ഇവിടെ ഈ കോപ്പർ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ കോപ്പർ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മനസ്സിലാവും കോപ്പർ സ്ട്രിപ്പിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലാണ് എന്ത് മൂവ് ചെയ്തത്? ആ കോപ്പർ സ്ട്രിപ്പ് മൂവ് ചെയ്തത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ വളരെ സിമ്പിൾ ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഒരു കോപ്പർ സ്ട്രിപ്പിലേക്ക് കറണ്ട് കൊടുത്തു. ആ കോപ്പർ സ്ട്രിപ്പിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ചു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ചിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആയിട്ടുള്ള ഈ കോപ്പർ സ്ട്രിപ്പ് എന്ത് ചെയ്തു? മൂവ് ചെയ്തു. മൂവ് ചെയ്യാൻ കാരണം എന്താണ്? അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെട്ടതാണ്. കുഴപ്പമില്ലല്ലോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് തന്നെയാണ് മോട്ടോർ പ്രിൻസിപ്പിളും പറയാം. മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എ ഫ്രീലി മൂവിങ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അങ്ങനെ എ ഫ്രീലി മൂവിങ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ് എന്നും കൂടെ ചേർക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിനെ എന്ത് ചെയ്യണം? അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ആയിരിക്കണം. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറിനെ എടുത്ത് നമ്മൾ എവിടെ വെക്കുന്നു? നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നു. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. മാത്രമല്ല ആ ഫോഴ്സിന്റെ ദിശയിൽ ആ കണ്ടക്ടർ മൂവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്? മോട്ടോർ പ്രിൻസിപ്പിൾ. സംശയമില്ലേ? എളുപ്പമാണേ. ഞാൻ ഒന്നുകൂടെ പറയാം. എന്താണ്? എ ഫ്രീലി മൂവിങ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് മൂവ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ്. സംശയമുണ്ടോ? അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. എന്താണ്? സ്വതന്ത്രമായി ചലിക്കാൻ കഴിയുന്ന, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടറിനെ എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുവന്ന് വെക്കുന്നു? ഒരു മാഗ്നറ്റിന്റെ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ, രണ്ട് പോൾസിനിടയിൽ വെക്കുന്നു. അതാണ് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ എന്ന് പറഞ്ഞത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലൊരു ഫോഴ്സ് അനുഭവപ്പെടുകയും അത് ചലിക്കുകയും ചെയ്യും. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളെ കൂടി പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. അപ്പോൾ അത് രണ്ടും കൂടി നമുക്കങ്ങ് പറഞ്ഞേക്കാം. ഇലക്ട്രിക് മോട്ടറാണ്. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിൾ ഇവിടെ ആലോചിച്ച് നോക്കുക. നമ്മൾ മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് ഇവിടെ. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ കൊടുത്ത കറണ്ട്. രണ്ടും നമ്മൾ കൊടുത്ത സാധനം തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒന്ന് കറണ്ട്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ്, മൂന്ന് നമുക്ക് കിട്ടിയ സാധനമാണ്. എന്താണ്? ഫോഴ്സ്. ഈ ഫോഴ്സിനെ വേറൊരു തരത്തിൽ കൂടെ പറയാം. ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് മൂവ് ചെയ്തതെന്ന് പറഞ്ഞു? ഈ കണ്ടക്ടർ അല്ലെങ്കിൽ ഈ കോപ്പർ സ്ട്രിപ്പ് മൂവ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ, മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ. എന്തൊക്കെയാണ്? കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ കൊടുത്തതാണ്, അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ അറിയാം. മൂന്നാമത്തെ കാര്യം ഫോഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ നമ്മൾ കൊടുത്ത കാര്യമല്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതാണ് അല്ലേ. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കാം. സംശയമില്ലല്ലോ? സംശയമുണ്ടോ? ഓക്കെ ആണല്ലോ. ശരി, ഇപ്പോൾ ഇലക്ട്രിക് മോട്ടറിലേക്ക് നമ്മൾ കടക്കുകയാണ്.
അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഭാഗങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഇലക്ട്രിക് പാർട്സ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടർ. ഇത് DC മോട്ടറാണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ഒരു മോട്ടർ മാത്രമേ ഉള്ളൂ, അപ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ട, ഇലക്ട്രിക് മോട്ടർ എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ NS കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിന്റെ 2 പോൾസ് ആണ്. അപ്പോൾ ഫീൽഡ് മാഗ്നറ്റ് ആണ് ഒന്നാമത്തെ പാർട്ട്. ഫീൽഡ് മാഗ്നറ്റ്. ഈ ABCD എന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ ആർമേച്ചറാണ്. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു മെറ്റാലിക് ഫ്രെയിമിൽ കോപ്പർ വയർ ചുറ്റി വെച്ചിരിക്കും. ആർമേച്ചർ ഈസ് എ കോപ്പർ വയർ വൂണ്ട് അറൗണ്ട് എ മെറ്റാലിക് ഫ്രെയിം. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റാലിക് ഫ്രെയിമിൽ കുറച്ച് കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്ന ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമ്മുടെ ആർമേച്ചർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്പ്ലിറ്റ് റിങ്സ് ഉണ്ട്. സ്പ്ലിറ്റ് റിങ്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കാം. സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ. ഇവിടെ ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്. ഇവിടെ രണ്ടെണ്ണം. ഞാനിവിടെ അടയാളപ്പെടുത്താം. B1 B2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാഫൈറ്റ് ബ്രഷ്, R1 R2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകൾ. പിന്നെ ഇവിടുന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ കറണ്ട് ഒഴുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെല്ലിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക് മോട്ടറിലേക്ക് കടക്കാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ എന്താണ്? കോപ്പർ വയർ വൂണ്ട് അറൗണ്ട് മെറ്റാലിക് ഫ്രെയിം. ഒരു മെറ്റാലിക് ഫ്രെയിമിൽ കോപ്പർ വയർ ചുറ്റി വെച്ചിരിക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. ആർമേച്ചറിനെ എവിടെ വെച്ചിരിക്കുന്നു? അപ്പോൾ ആർമേച്ചർ ഒരു കണ്ടക്ടറാണേ, മറന്നു പോകരുത്. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ കണ്ടീഷൻസ് ഒക്കെ ഒബേ ചെയ്യുന്നു നോക്കണം. മോട്ടോർ പ്രിൻസിപ്പിളിന്റെ കണ്ടീഷൻ എന്താണ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വേണം. അതിനെ എവിടെ വെച്ചിരിക്കണം? മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കണം. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി ആർമേച്ചർ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. കാര്യം എന്താ? മെറ്റാലിക് ഫ്രെയിമിൽ കോപ്പർ വയർ ചുറ്റി വെച്ചിരിക്കുക. അപ്പോൾ കറണ്ടിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന കണ്ടക്ടറാണ്. കറണ്ട് കൊടുത്തു, അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറായി. ഓക്കെ, ഇനി അപ്പുറം ഇപ്പുറം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പോൾസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാക്കിയല്ലോ. കണ്ടീഷൻസ് ഒക്കെ ഒബേ ചെയ്തു. അപ്പോൾ ഇവിടെ കറണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഒരു ഫോഴ്സ് കിട്ടും. സംശയമില്ലേ? ശ്രദ്ധിച്ച് കേട്ടണം. അപ്പോൾ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. നമുക്ക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്, എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇലക്ട്രിക് മോട്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ആർമേച്ചറിൽ നമ്മൾ എന്തെങ്കിലും സാധനം ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കറങ്ങും. അതിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ ഫാനിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് മോട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐഡിയ എന്താണ്? ഇതിങ്ങനെ കറങ്ങണം. ഇത് ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ കറങ്ങണം. കുഴപ്പമില്ലേ? ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് നോക്കാം. നോർത്ത് ടു സൗത്ത് ആയിരിക്കും എപ്പോഴും. കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? നോർത്ത് ടു സൗത്ത് ആയിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സംശയമില്ലേ? ഇനി ഇവിടെ പോസിറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും കറണ്ട്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ മേളിലോട്ട് കറണ്ട്, മേളിലോട്ട്. സംശയമില്ലേ? അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം തള്ളവിരൽ ആണ് എന്തിനെ കാണിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള, അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷനെ കാണിക്കുന്നത്. ഇതെന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സംശയമില്ലല്ലോ. ഇതെന്താണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇതോ? ഇതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. നോക്കാം നമുക്ക്. നോർത്ത് ടു സൗത്ത് നമ്മൾ എന്ത് വയ്ക്കുന്നു? 4 ഫിംഗർ അഥവാ ചൂണ്ടുവിരൽ വയ്ക്കുന്നു. ഇനി മിഡിൽ ഫിംഗർ ഏതിൻ്റെ ഡയറക്ഷനെ കാണിക്കണം? ഏതിൻ്റെ ഡയറക്ഷനിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്? കറണ്ടിൻ്റെ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ മിഡിൽ ഫിംഗർ വെച്ചു. അപ്പോൾ അടുത്ത ഒരു വിരൽ ഏത്? തള്ളവിരൽ, തമ്പ്, ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഓർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ എങ്ങോട്ടായിരിക്കും? ഈ വശത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ഇങ്ങോട്ടായിരിക്കും. കുഴപ്പമില്ലല്ലോ. സംശയമുണ്ടോ? ഇവിടെ ഇൻസൈഡ്, ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇൻസൈഡ്, ഇൻ. സംശയമില്ലേ? ഇനി നിങ്ങൾ ഇപ്പുറത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പുറത്തും നോർത്ത് ടു സൗത്ത് തന്നെയാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. വ്യത്യാസമില്ല. അപ്പം നമുക്ക് 4 ഫിംഗർ അങ്ങനെ പിടിക്കാം. പക്ഷേ മിഡിൽ ഫിംഗർ എന്ത് ചെയ്യണം? താഴോട്ടാക്കി പിടിക്കണം. കാര്യം എന്താണ്? കറണ്ട് ഇവിടെ താഴോട്ടാണ് ആണല്ലോ. അപ്പോൾ തള്ളവിരൽ, തമ്പ് എങ്ങോട്ടായിരിക്കും? പുറത്തോട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് ആയിരിക്കും. ഇവിടെ അകത്തോട്ട്, ഇവിടെ പുറത്തോട്ട്. കണ്ടോ? അകത്തോട്ടും പുറത്തോട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അതാണ് ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ ഇവിടെ അകത്തോട്ട്, ഇവിടെ പുറത്തോട്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ. കുഴപ്പമുണ്ടോ? എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇവിടെ അകത്തോട്ട് അനുഭവപ്പെടും, ഇപ്പുറത്ത് പുറത്തോട്ട് അനുഭവപ്പെടും ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ ആർമേച്ചർ. അത് ഇങ്ങനെ കറങ്ങും. സംശയമില്ലെന്ന് കരുതുന്നു. ശരി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. AB എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പൊ CD വന്നു. കാര്യം എന്താ? തിരിഞ്ഞു അല്ലെ? അപ്പൊ AB എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പൊ CD വന്നു.
സി ഡിയുടെ ഭാഗത്ത് എ ബിയും വന്നു. അപ്പോൾ സി ഡിയുടെ ഭാഗത്തെ കറണ്ട് എങ്ങോട്ടായിരുന്നു? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിലത്തെ കറണ്ട് എങ്ങോട്ടായിരുന്നു? താഴോട്ടായിരുന്നു അല്ലേ? എ ബിയുടെ ഭാഗത്തെ കറണ്ട് എങ്ങോട്ടായിരുന്നു? മുകളിലോട്ട് പോയി. അങ്ങനെ തന്നെ കറണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. താണ്ട ഈ ഡസ്റ്റർ വെച്ച് നമുക്ക് പറയാൻ നോക്കിയേ, ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അങ്ങോട്ട് ഒരു ഫോഴ്സ് ഇങ്ങോട്ടൊരു ഫോഴ്സ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടിൻ്റെ ഫലമായിട്ട് താണ്ടി ഇങ്ങനെ തിരിഞ്ഞു ആണല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്ന ഭാഗം ഇപ്പോൾ ഇപ്പുറത്ത് വന്നില്ലേ? ഇപ്പുറത്ത് വന്നല്ലോ. ഇനി അതേ രീതിയിൽ തന്നെയാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നതെങ്കിൽ, അതേ രീതിയിൽ തന്നെയാണ് ഫോഴ്സ് അനുഭവപ്പെടുന്നതെങ്കിൽ നേരത്തെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഇൻസൈഡ് ആയിരുന്നു, മറ്റേത് ഔട്ട്സൈഡ്. അതേ രീതിയിൽ തന്നെ ഫോഴ്സ് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ എന്താണ്? തിരിച്ചു കറങ്ങും. തിരിച്ചു കറങ്ങാൻ കാര്യം എന്താ? ഇപ്പുറത്ത് അനുഭവപ്പെടുന്ന ഫോഴ്സ് ഔട്ട്സൈഡ് ആയിരിക്കും. കാര്യം എന്താ? അവിടെ നേരത്തെ ഫോഴ്സ് അനുഭവപ്പെട്ടത് ഔട്ട്സൈഡ് ആയിരുന്നു. കറണ്ട് എങ്ങോട്ടാ? കറണ്ട് താഴോട്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഔട്ട്സൈഡിലോട്ടും ഇപ്പുറത്തെ സൈഡിൽ ഇൻസൈഡിലോട്ടും ആയിരിക്കും എന്ത് അനുഭവപ്പെടുന്നത്? ഫോഴ്സ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ തിരിച്ച് കറങ്ങും. കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ മാത്രം ആലോചിച്ചിരുന്നാൽ മതി. നമ്മൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആർമേച്ചറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇപ്പുറത്തെ സൈഡിൽ ഇൻസൈഡ്, ഇപ്പുറത്തെ ഔട്ട്സൈഡ്. കാര്യം മനസ്സിലായല്ലോ? കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് പറയാം. ഇനി ഇതേ ഡയറക്ഷൻ തന്നെ വീണ്ടും കറണ്ട് ഇതേ ഡയറക്ഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർമേച്ചർ തിരിച്ചു കറങ്ങും. എങ്ങോട്ടാണോ ആദ്യം കറങ്ങിയത് അതിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കറങ്ങും. അങ്ങനെ കറങ്ങിയതുകൊണ്ട് പ്രയോജനമുണ്ട്. നമുക്ക് ഒരേ സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സി ഡിക്ക് ആദ്യം കിട്ടിയ താഴോട്ടുള്ള ഡയറക്ഷൻ ഇപ്പുറത്ത് വരുമ്പോൾ അത് മുകളിലോട്ടുള്ള ഡയറക്ഷനിൽ കിട്ടണം കറണ്ട്. അങ്ങനെ മാത്രം ആലോചിക്കുക. അത് ചെയ്യുന്ന പാർട്ടാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. അതായത് കറണ്ടിൻ്റെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടറിലെ പാർട്ടിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട, ഇത്ര ആലോചിച്ചാൽ മതി. പാർട്സ് ആലോചിക്കുക. പിന്നീട് ആലോചിക്കേണ്ടത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഉപയോഗം എന്താണ്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ കറണ്ട് തുടർന്നുകൊണ്ട് പോയിരുന്നെങ്കിൽ ആർമേച്ചർ എന്ത് ചെയ്തേനെ? ആദ്യത്തെ ഹാഫ് റൊട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ച് കറങ്ങിയേനെ. അതായത് ഇങ്ങനെ കറങ്ങും, തിരിച്ച് അങ്ങോട്ട് കറങ്ങും. നമുക്ക് വേണ്ടത് ഒരേ ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരുപോലെയാണെങ്കിൽ. അപ്പോൾ കറണ്ടിനെ റിവേഴ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? ആർമേച്ചറിന്റെ റൊട്ടേഷൻ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റൊട്ടേഷനെ സ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടി. അതില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ വേണമെങ്കിൽ ചോദിക്കാം. ഒരു ഇലക്ട്രിക് മോട്ടറിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഒരു ഹാഫ് സൈക്കിൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ ആർമേച്ചർ തിരിച്ചു ഇറങ്ങിയാണ്, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെയും തിരിച്ചു ഇറങ്ങും. ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമുക്ക് ഒരേ ഡയറക്ഷനിലാണ് കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത്. അത് ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്നത് ആരാണ്? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ്. കുഴപ്പമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ. അപ്പോൾ ആലോചിച്ച് നോക്കുക. ഇലക്ട്രിക് മോട്ടറിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രിക് മോട്ടറിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, പിന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്ന ഒരു സോഴ്സും ഉണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇൻസൈഡ്, ഇവിടെ ഔട്ട്സൈഡ്. കുഴപ്പമില്ലല്ലോ. ഇനി ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ കറണ്ട് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ ഒരു ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ അതെന്ത് ചെയ്തേനെ? നേരെ തിരിച്ച് കറങ്ങിയേനെ. അങ്ങനെ ചെയ്യരുത്. നമുക്കതല്ല ആവശ്യം. ഒരേ ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ആ ഫംഗ്ഷൻ നിർവഹിക്കുന്നത് ആരാണ്? അത് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ്. കുഴപ്പമില്ലല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അടുത്ത ഒരു ഡിവൈസിലേക്ക് പോകാം. അത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ടെക്സ്റ്റിൽ നിങ്ങൾ അതിന്റെ ചിത്രം നോക്കി മനസ്സിലാക്കുക. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ശ്രദ്ധിക്കാം.
മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. നിങ്ങൾ ചിത്രം നോക്കുമ്പോൾ മനസ്സിലാവും. ഫീൽഡ് മാഗ്നറ്റിനുള്ളിൽ വെച്ചിരിക്കുന്ന ഒരു കണ്ടക്ടറാണ് വോയിസ് കോയിൽ. ഫീൽഡ് മാഗ്നറ്റിനുള്ളിൽ വെച്ചിരിക്കുന്ന കണ്ടക്ടറാണ് വോയിസ് കോയിൽ. അപ്പോൾ മോട്ടോർ പ്രിൻസിപ്പിളിന്റെ കണ്ടീഷൻ എന്താണ്? ദർ ഷുഡ് ബി എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻസൈഡ് എ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ചിരിക്കുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വേണം. ഞാനിപ്പോൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വോയിസ് കോയിലിനെ വെച്ചിട്ടുണ്ട്. വോയിസ് കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസുലേറ്റർ അല്ല, കണ്ടക്ടറാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കണ്ടക്ടർ ആയല്ലോ, വോയിസ് കോയിൽ വന്നു. ഇനി നമുക്ക് കറണ്ട് വരണം. കറണ്ട് വരും, കണക്റ്റിംഗ് വയർ വഴി കറണ്ട് വരും. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. മൈക്രോഫോണിൽ നമ്മൾ ഒരാൾ നിന്ന് സംസാരിക്കുമ്പോൾ ശബ്ദം എന്തായിട്ട് മാറ്റും? ഇലക്ട്രിക് എനർജി ആക്കി മാറ്റിയിട്ട് കണക്റ്റിംഗ് വയർ വഴി ആംപ്ലിഫയറിൽ പോവും. ആംപ്ലിഫയറിൽ നിന്നും പിന്നെ എന്ത് ചെയ്യും? ശബ്ദത്തെ കുറച്ച് ശക്തിപ്പെടുത്തിയിട്ട് എങ്ങോട്ട് വരും? ലൗഡ് സ്പീക്കറിലേക്ക് വരും. അപ്പോൾ ആലോചിക്കുക, ലൗഡ് സ്പീക്കറിലേക്ക് വയറല്ലേ വരുന്നത്. അപ്പോൾ അതുവഴി വരുന്നത് ഏതാണ്? ഇലക്ട്രിക്കൽ എനർജിയാണ്, വൈദ്യുതോർജ്ജമാണ് വരുന്നത്. അപ്പോൾ വൈദ്യുതി വന്നല്ലോ. വോയിസ് കോയിൽ ഒരു കണ്ടക്ടർ ആണല്ലോ, കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണല്ലോ, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണല്ലോ. ആണ്. അപ്പോൾ എന്ത് ചെയ്യും? വോയിസ് കോയിൽ ചലിക്കാൻ തുടങ്ങും. അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ വോയിസ് കോയിൽ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ആൻഡ് ഇറ്റ് മൂവ്സ്. എന്ത് ചെയ്യും? വോയിസ് കോയിലിൽ ഒരു ബലം അനുഭവപ്പെടുകയും വോയിസ് കോയിൽ ചലിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ വോയിസ് കോയിൽ എന്താണ്? കണ്ടക്ടറാണ്. അതിലേക്ക് കറണ്ട് വന്നു. ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലായതുകൊണ്ട് അതെന്ത് ചെയ്യും? ചലിക്കും. സംശയമില്ലല്ലോ. അപ്പോൾ വോയിസ് കോയിലിനുള്ളിൽ നിന്ന് വോയിസ് കോയിൽ ചലിക്കും. എവിടെ ഇരുന്ന്? മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലിരുന്ന്. വോയിസ് കോയിലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഡയഫ്രം. അപ്പോൾ വോയിസ് കോയിൽ ചലിക്കുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. വെൻ വോയിസ് കോയിൽ മൂവ്സ് ഡയഫ്രം വൈബ്രേറ്റ്സ്. ഡയഫ്രം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം കമ്പനം ചെയ്യും. കൊച്ചു ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ സൗണ്ട് എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. എന്താണ് ശബ്ദം ഉണ്ടാകുന്നത്? എപ്പോഴാണ്? വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, വസ്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതാണ് എന്തായിട്ട് നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത്? ശബ്ദമായിട്ട് പുറത്തേക്ക് കേൾക്കുന്നത്. ഡയഫ്രത്തിന്റെ വൈബ്രേഷനാണ് ശബ്ദമായിട്ട് പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പോൾ കുറച്ച് ശബ്ദമേ ഉണ്ടായുള്ളെങ്കിൽ ആലോചിച്ചോളുക, കണക്റ്റിംഗ് വയർ വഴി വരുന്ന ഇലക്ട്രിസിറ്റി വളരെ കുറച്ചേ ഉള്ളൂ. അതിനർത്ഥം ആദ്യമേ മൈക്കിന് മുന്നിൽ നിന്നുണ്ടാക്കിയ ശബ്ദം കുറവായതുകൊണ്ട് ആ കുറച്ച് ശബ്ദത്തിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റിയേ ഉണ്ടായുള്ളൂ. ആ ഇലക്ട്രിസിറ്റിയാണ് എവിടെ വരുന്നത്? നമ്മുടെ വോയിസ് കോയിലിൽ വരുന്നത്. നന്നായിട്ട് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിസിറ്റി എവിടെ വരും? വോയിസ് കോയിലിൽ വരും. അതിനനുസരിച്ചുള്ള ശബ്ദം ലൗഡ് സ്പീക്കർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. സംശയമില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് ചോദിക്കാം, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാം, മോട്ടോർ പ്രിൻസിപ്പിൾ വഴി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര് പറയുക. ഏതാണ്? 2 നമുക്ക് പറയാം. ഇലക്ട്രിക് മോട്ടറും ഉണ്ട്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും ഉണ്ട്. അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു മോട്ടോർ പ്രിൻസിപ്പിൾ. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? എ ഫ്രീലി മൂവിംഗ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ഇത്ര മതി. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, വോയിസ് കോയിലുണ്ട്, പിന്നെ ഡയഫ്രം ഉണ്ട്. ഇലക്ട്രിസിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടി കണക്റ്റിംഗ് വയർ ഉണ്ട്. അപ്പോൾ ഈ കണക്റ്റിംഗ് വയർ വഴി വരുന്ന ഇലക്ട്രിസിറ്റി വോയിസ് കോയിലെത്തും. വോയിസ് കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ വെച്ചിരിക്കുകയായതുകൊണ്ട് അവിടെ എന്തനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അക്കോർഡിംഗ് ടു മോട്ടോർ പ്രിൻസിപ്പിൾ ഫോഴ്സ് അനുഭവപ്പെടുന്നത് കൊണ്ട് വോയിസ് കോയിൽ ചലിക്കുകയും ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പുറത്തേക്ക് ശബ്ദമായി കേൾക്കുന്നത്. സംശയമില്ലല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ഇതോടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെ പഠിച്ചു എന്ന് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡിന്റെ കണ്ടുപിടുത്തം മുതൽ ഇങ്ങോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.